നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണും ശ്രീനാരായണ ധർമ്മം, അല്ലേ? എത്ര പേരുടെ വീട്ടിലുണ്ട്? ആരുടെയും വീട്ടിലില്ല? ഉണ്ട്. ഉള്ളവരൊന്ന് കൈവക്കാമോ? ഉണ്ട്. 2-3 പേരുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എവിടെയാണെന്നറിയാമോ? നമ്മൾ ഈ ശ്രീനാരായണ ധർമ്മം തുറക്കുന്നത് ആഴ്ചയിലെ ഞായറാഴ്ച വല്ല എന്തിനെങ്കിലും ചീട്ടെടുക്കാനോ, അല്ലെങ്കിൽ ഭർത്താവിന് മൈക്രോയിൽ പോകുമ്പോൾ മൈക്രോയുടെ പുസ്തകം എടുക്കാനോ ഒക്കെയല്ലേ നമ്മളിത് തുറക്കുന്നത്, അല്ലേ? ഇന്നേ വരെ അത് പൂർണ്ണമായും വായിക്കുവാനുള്ളൊരു മനസ്ഥിതി നമ്മൾ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അതിൽ ഗുരു വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണൊരു മനുഷ്യൻ അവൻ്റെ ജനനം മുതൽ മരണം വരെ ജീവിക്കേണ്ടത് എന്ന്. ഈ ശ്രീനാരായണ ധർമ്മം എന്ന കൃതി ഗുരു സംസ്കൃതത്തിൽ പറഞ്ഞു കൊടുത്ത് ഗുരുവിൻ്റെ സംസ്കൃത പണ്ഡിതനായ ശിഷ്യൻ ആത്മാനന്ദ സ്വാമി എഴുതിയെടുത്ത് എല്ലാ ദിവസവും ഗുരുവിനെ കാണിച്ചു തെറ്റുതിരുത്തിയെടുത്തൊരു കൃതിയാണ്. 10 സർഗങ്ങളും 295 ശ്ലോകങ്ങളും അടങ്ങുന്ന ഒരു ദിവ്യ ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. അതിലൂടെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ഗുരു പഠിപ്പിക്കുന്നു. മനുഷ്യനായി പിറന്ന ഏതൊരുവനും അവൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് നിർത്തേണ്ടുന്ന ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. പക്ഷേ അതൊന്നും വായിക്കുവാൻ ഇന്നത്തെ സമൂഹം തയ്യാറാകുന്നതേയില്ല. പക്ഷെ അതിൽ നിന്നെല്ലാം വിപരീതമായി നമ്മളതൊക്കെ പഠിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് അവിടെയാണ് മാറ്റം ആരംഭിക്കുവാൻ പോകുന്നത്. ഗുരുദേവ കൃതികളിലൂടെ നിരവധി അനവധി 64-ൽ പരം വരുന്ന കൃതി എഴുതി സ്വാമി ഇതിലൂടെയൊക്കെ പറഞ്ഞു തന്നു. ഗദ്യ പ്രാർത്ഥനയിലൂടെ പറഞ്ഞു തന്നു നമുക്കെന്ത്? നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും എന്തുണ്ടായിരുന്നു? അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. ആ ഒരു ഒറ്റ വരിയിലൂടെ ഗുരു നമ്മോട് പറയുന്നൊരു സന്ദേശമാണ് അവിടെ പറയുന്നത്. നിനക്ക് ഏതൊരു സങ്കട നിമിഷത്തിലും നാം എപ്പോഴും കൂടെ ഉണ്ടാകും. നാം ഇവിടെ തന്നെയുണ്ട്. നമ്മൾ പറയും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്, അല്ലേ? സ്വാമി അങ്ങനെയാണ്, എപ്പോഴും കൂടെ ഉണ്ടാവും. പക്ഷേ ആ ഹൃദയവാതിൽ പടിയിൽ കാരുണ്യമൂർത്തിയായ ശ്രീനാരായണ ഗുരുദേവൻ നിൽപ്പുണ്ട്. ആ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ മാത്രം മതി. ഒന്ന് ഗുരുവകത്തേക്ക് കയറിയാൽ പിന്നെ ഗുരുവിലൂടെ നമുക്ക് നമ്മെയും ഈ ലോകത്തെയും കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത്? ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും നമ്മിൽ നിന്ന് അന്യമല്ല, അവയെല്ലാം നമ്മുടെ ഭാഗം തന്നെയാണെന്ന്. ഗുരുഗീതയിൽ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനൊരു ശ്ലോകം ചൊല്ലിയിട്ടാണ് തുടങ്ങിയത്. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുദ്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആരാണ് ഗുരു എന്ന് അവിടെ പറയുന്നത്? അജ്ഞാനമാകുന്ന ഇരുട്ടിനെ പ്രകാശം അല്ലെങ്കിൽ ജ്ഞാനമാകുന്ന കൺമശി പുരട്ടി ഇല്ലാതെയാക്കുന്നയാളാണ് ഗുരു. ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് അഷ്ടലക്ഷ്യങ്ങൾ നൽകി, അല്ലേ? വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ. ഇങ്ങനെ 8 വിഷയങ്ങളിലൂടെ മാനവരാശിയുടെ പരിവർത്തനത്തെയാണ് ഗുരു നമ്മിലേക്ക് കാട്ടിത്തന്നത്. ഇന്ന് നമ്മളെല്ലാവരും ശിവഗിരി തീർത്ഥാടനത്തിന് പോകുമ്പോൾ അവിടെ ഒരു ഓവുണ്ട്. അവിടെ പോയിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ? ഇല്ല. ഇനി പോകുമ്പോൾ ഒന്ന് പോകണം. കുറച്ച് അങ്ങോട്ട് മാറി അവിടെ ഒരു ഓവുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ. അവിടെ ഒന്ന് പോകണം. അത് ഗുരുവിൻ്റെ ജലമാണ്. അവിടെ കുളിച്ച് ശാരദാദേവിയെ വന്ദിച്ചു വരുമ്പോഴാണ് ഒരു തീർത്ഥാടകൻ യഥാർത്ഥ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുത്തതായി മാറുന്നത്. അങ്ങനെ ഇനിയുള്ള തീർത്ഥാടനങ്ങളിലെങ്കിലും ശരിയായ ശിവഗിരി തീർത്ഥാടനങ്ങളിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ജാതിക്കും മതത്തിനും എല്ലാം അപ്പുറമായി മനുഷ്യനെ മനുഷ്യനായി കണ്ട് സർവചരാചരങ്ങളെയും നമ്മുടെ സഹോദരങ്ങളായി കണ്ട് ഗുരു പറഞ്ഞതുപോലെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമായി ഈ ലോകം മാറേണ്ടതുണ്ട്. ഇന്ന് മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്നത് പോലെ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിലുള്ള കലഹങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ശരിയായ മതം എന്താണ്, ശരിയായ ജാതി എന്താണ് എന്നതിനെയൊക്കെ കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കണം. നമ്മളിതൊക്കെ പഠിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി പഠിക്കേണ്ടത് അവരാണ്. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരെ വീട്ടിലിരുത്തി നമ്മൾ മാത്രം ഇങ്ങോട്ട് വരുമ്പോൾ ചിന്തിക്കണം നാളത്തെ അവസ്ഥ എന്തായിത്തീരുമെന്ന്.
അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരെ നമ്മോടൊപ്പം കൊണ്ടുവരാൻ നാം തയ്യാറാകും. അങ്ങനെ ഗുരുവിൻ്റെ മതവീക്ഷണം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത് മനസ്സിലാകും? എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് എന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കില്ല? മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിലുള്ള കലഹങ്ങൾ സംഭവിക്കുകയില്ല. ഗുരു വളരെ മനോഹരമായി 64 പരം വരുന്ന കൃതികൾ രചിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഏറ്റവും സാധാരണക്കാരന് മനസ്സിലാകാവുന്ന ദൈവദശകം മുതൽ അത്യന്തം ഗഹനമായ ദർശനമാല വരെ ഗുരു എഴുതി തന്നു. ശ്രീകൃഷ്ണ ദർശനം തുടങ്ങി സദാശിവ ദർശനം, മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെ അറ്റിണങ്ങി നിൽക്കും ഉൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലന്നും ഇന്നും ഇന്നിണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടെഴും കളങ്കമുണ്ട കണ്ഠനെങ്കിലും കനിഞ്ഞു കൊള്ളുവാൻ. ഇങ്ങനെ പോകുന്നൊരു കൃതിയാണ് സദാശിവ ദർശനം. പിന്നീട് ദേവിയെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ മണ്ണന്തല ദേവീസ്തവത്തിലേക്ക് വന്നു. മണിക്കുട വിടുർത്തി മലർ തൂവി മണമെല്ലാം ഹൃണിക്കപചിതിക്രിയ കഴിച്ചു ഘൃണിയാക്കി ഗുണിച്ചവകളൊക്കെയും ഒഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കടൽ കടന്നു വരുവാനരുൾഗതായേ. അടുത്ത പദ്ധതി വന്നപ്പോൾ ടൂൺ മാറി. തിങ്കളും ത്രിദിശ ഗംഗയും തിരുമുടിക്കണിഞ്ഞു തെളിയുന്ന നൽ തിങ്കൾ നേർമുഖി ദിഗംബരന്റെ തിരുമൈ പകുത്ത ശിവമേനിയെ നിൻകഴൽ കമലമെൻ കരുത്തിൽ നിലനിർത്തി നിത്യവും അഹന്തവൻ അങ്കുരിച്ചറിവഴിഞ്ഞു പോയി വിഫലമായി വരാതരുളുകമ്പികേ. ഇങ്ങനെ ഗുരു രചിച്ച കൃതിയാണ് മണ്ണന്തല ദേവീസ്തവം. ഇങ്ങനെയുള്ള കൃതികൾ പഠിക്കുവാനും അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടക്കുവാനുമൊക്കെ നാം തയ്യാറാകണം. അല്ലാതെ പാരമ്പര്യമായി തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ രീതി അല്ല നാം പിന്തുടരേണ്ടത്. മറിച്ച് ഗുരു എഴുതി തന്ന ഈ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഭക്തന്റെ മുൻപിലേക്ക്, കാളി നാടകം എന്നൊരു കൃതിയുണ്ട്, ഗുരു അതിൽ പറയുന്നുണ്ട്, ഇത് വായിക്കുമ്പോൾ കാളിയെക്കുറിച്ച് ഉള്ളിലുണ്ടായിരുന്ന ആ ഭീകര രൂപം, ചിത്രകാരന്മാർ വരച്ചു വച്ചിരിക്കുന്ന ആ ഭീകര രൂപം അവിടെ ഇല്ലാതെയാകുകയാണ്. പക്ഷെ ഇതൊക്കെ അറിയുവാനും മാത്രം ശക്തിയുള്ള ആരാണ് അമ്മേ ഈ ലോകത്തിലുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഗുരുവിൻ്റെ സങ്കടമാണ് അവിടെ ഗുരു പറയുന്നത്. പക്ഷേ ആ സങ്കടമൊക്കെ മാറ്റുവാൻ നമ്മെ പോലെയുള്ളവർ തയ്യാറാകണം. അതുകൊണ്ട് ഇനിയെങ്കിലും ഗുരുദേവ കൃതികൾ പഠിക്കുവാനും അതൊക്കെ വായിച്ച് അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുവാനും നാം ശ്രമിക്കണം.